എത്രാമത്തെ മോഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? Module 4. Module 4. Module 4 ഏത് ടൈപ്പ് പൊല്യൂഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്? Module 4 ഏത് ടൈപ്പ് പൊല്യൂഷനാണ്? നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ എയർ പൊല്യൂഷൻ പറഞ്ഞു, സെക്കൻഡ് മോഡ്യൂൾ വാട്ടർ പൊല്യൂഷൻ പറഞ്ഞു, തേർഡ് മോഡ്യൂൾ സോളിഡ് വേസ്റ്റ് പറഞ്ഞു, ഫോർത്ത് മോഡ്യൂൾ ഏത് ടൈപ്പ് പൊല്യൂഷൻ ആയിരുന്നു? ആരും ഓർക്കുന്നില്ലേ? ഫോർത്ത് മോഡ്യൂൾ ഏത് ടൈപ്പ് പൊല്യൂഷൻ? Noise pollution. നോയിസ് പൊല്യൂഷൻ. ഇപ്പൊ നോയിസ് പൊല്യൂഷന്റെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. നമ്മൾ നോയിസ് പൊല്യൂഷൻ മെഷർ ചെയ്യാനുള്ള ഡിവൈസും അതിന്റെ കുറച്ച് കോസസും എഫക്ട്സും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. സ്ലൈഡ് ഷെയർ ചെയ്തില്ല, സോറി. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഡീറ്റെയിൽസ് കുറച്ചും കൂടി കാര്യങ്ങളാണ് ഇന്ന് നോക്കുന്നത്. ഫസ്റ്റ് നോയിസ് പൊല്യൂഷന്റെ ഡെഫിനിഷൻ. ഡെഫിനിഷൻ നമുക്കറിയാം, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എനി അൺഡിസൈറബിൾ ഹ്യൂമൻ ഓർ മെഷീൻ ക്രിയേറ്റഡ് നോയിസ് which disturbs the activity or balance of human or animal. അപ്പോൾ any noise, undesirable noise, undesirable sound which disturbs the activity or balance of human or animal life. Disturbs the activity or balance of human or animal life. ഇനി നെക്സ്റ്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ടെർമിനോളജി യൂസ് ഇൻ നോയിസ് പൊല്യൂഷൻ. നമ്മൾ നോയിസ് പൊല്യൂഷനകത്ത് യൂസ് ചെയ്യുന്ന രണ്ട് ടെർമിനോളജീസ് ആണ് ഫ്രീക്വൻസി ആൻഡ് ഇന്റൻസിറ്റി. നമ്മൾ പണ്ട് ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും ഫ്രീക്വൻസിയും ഇന്റൻസിറ്റിയും ഒക്കെ. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താണ്? ദ നമ്പർ ഓഫ് സൈക്കിൾസ് റിപ്പീറ്റഡ് ഇൻ യൂണിറ്റ് ടൈം ഡ്യൂറേഷൻ. So frequency is the number of cycles repeated in unit time duration. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് നമ്മൾ ഒന്നുകിൽ ഹെർട്സിൽ പറയും അല്ലെങ്കിൽ സൈക്കിൾസ് പെർ സെക്കൻഡ്. 1 hertz is equal to 1 cycles per second. അപ്പോൾ ഒരു യൂണിറ്റ് ടൈമിൽ എത്ര നമ്പർ ഓഫ് സൈക്കിൾസ് ആണ് വരുന്നതെന്നാണ് ഫ്രീക്വൻസി പറയുന്നത്. ഇന്റൻസിറ്റി. Intensity is the amount of sound energy received per second is known as intensity of sound. Intensity unit ആണ് decibels, dB. Amount of sound energy received per second is known as intensity of sound and its unit is decibels. ഇനി നമ്മൾ ഡെസിബെൽസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഡെസിബെൽസ് is defined as the logarithm to the base 10 of 2 intensities. So decibels logarithm and then 10 log to the base 10 I by I0, where I is the measured intensity. I എന്ന് പറയുന്നത് നമ്മുടെ സൗണ്ടിന്റെ മെഷേർഡ് ഇന്റൻസിറ്റി ആണ്. I0 റെഫറൻസ് ഇന്റൻസിറ്റി. വിത്ത് റെഫറൻസ് ആണ് നമ്മളൊരു സൗണ്ടിന്റെ ഇന്റൻസിറ്റി പറയുന്നത്. LT ലെവൽ ഓഫ് നോയിസ് ഇൻ ഡെസിബൽ. അപ്പൊ നോയിസ് നമ്മൾ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് ഡെസിബൽസ്. ഡെസിബൽസിൽ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? Decibels measured in 10 log to the base 10 I by I0, where I is the measured intensity and I0 is the reference intensity. So LT എന്ന് പറയുന്ന സാധനം എന്ന് വെച്ചാൽ level of noise in decibels. What is a noise? So in simple terms, noise is the unwanted sound. Unwanted sound നമ്മൾ പറയുന്ന പേരാണ് noise. Then sound is a form of energy which is emitted by vibrating bodies on reaching the ear, causes sensation of hearing through the nerves. ഇനി നമുക്ക് ഓഡിബിൾ ആയ സൗണ്ട് റേഞ്ച് എന്ന് പറയുന്നത് 20 Hz to 20,000 Hz സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. 20 Hz കുറവുള്ളതും 20,000 Hz കൂടുതലുള്ള സൗണ്ട്സും
നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഇനി a noise problem generally consists of 3 interrelated elements. So 3 elements വെച്ചിട്ടാണ് നമ്മൾ noise problems പറയാ. First one, the source, the receiver and the transmission path. Source, receiver and transmission path. അപ്പോൾ സോഴ്സ് എന്ന് പറയുമ്പോൾ നോയ്സ് എമിറ്റ് ചെയ്യുന്ന സോഴ്സ്, റിസീവർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇയർ ആണ്, ട്രാൻസ്മിഷൻ പാത്ത് ഏത് മീഡിയത്തിൽ കൂടിയാണ് നോയ്സ് ട്രാവൽ ചെയ്യുന്നത്. So the transmission path is usually the atmosphere through the sound is propagated, but can include structural elements of any building containing the receiver. ഇപ്പോൾ ഒരു സിനിമ ഹാളില് എന്താണ് സിനിമ പ്രദർശനം നടക്കുവാണ്. അപ്പൊ എന്താണ് അവിടെ ഒരു ലൗഡ് സൗണ്ട് ഉണ്ടാവും. പക്ഷെ ആ സൗണ്ട് എന്താണ് ആ ഹോളിനുള്ളിൽ മാത്രമേ നിൽക്കത്തുള്ളൂ, അതിന് പുറത്തേക്ക് വരാറില്ല, മാക്സിമം പുറത്തേക്ക് വരാറില്ല. ആ സൗണ്ട് ആ റൂമിനുള്ളിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. സോ അതാണ് ട്രാൻസ്മിഷൻ പാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്മിഷൻ പാത്ത്. ഓക്കെ, ഇതാണ് അതിന്റെ ഇമേജ് റെപ്രസെന്റേഷൻ ഉണ്ട്. സോഴ്സ് നമുക്ക് ഡയറക്റ്റ് റിസീവറിലേക്ക് കിട്ടും. പക്ഷെ ചിലപ്പോഴെന്താണ് ഈ സോഴ്സിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന സൗണ്ട് വേവ്സ് നമുക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു ബാരിയേഴ്സ് വെച്ച് തടഞ്ഞു നിർത്താറുണ്ട്. എന്നിട്ടായിരിക്കും റിസീവേഴ്സിന് കിട്ടുന്നത്. സോ നെക്സ്റ്റ് നോക്കിക്കേ, ദ സൗണ്ട് ഓഫ് ഹ്യൂമൻ സ്പീച്ച് ഈസ് മെയിൻലി ഇൻ ദ റേഞ്ച് ഓഫ് 3 to 3000 ഹെർട്സ്. നമ്മുടെ സൗണ്ടിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഡെസിബൽസിൽ പറയുമ്പോൾ 3 to 3000 ഹെർട്സ് ആണ് ഒരു ഹ്യൂമൻ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് വേവ്സ്. മെക്കാനിസം ഓഫ് ഹിയറിംഗ്, എങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത്? സോ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ബയോളജിയിൽ. അപ്പൊ ഇതാണ് നമ്മുടെ ഹ്യൂമൻ ഇയറിലേക്ക് സൗണ്ട് വേവ്സ് ട്രാവൽ ചെയ്യുന്നു. ആ സൗണ്ട് വേവ്സ് വന്ന് ഇയർ ഡ്രമ്മിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. ഇയർ ഡ്രമ്മിലെ വൈബ്രേഷൻസ് മിഡിൽ ഇയറിലേക്ക് വരുന്നു. മിഡിൽ ഇയറിൽ നമുക്ക് മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്സ് എന്നും പറഞ്ഞിട്ടുള്ള 3 ബോൺസ് ഉണ്ട്. ആ ബോൺസ് വൈബ്രേറ്റ് ചെയ്യുന്നു. ആ വൈബ്രേഷൻ ഇന്റേണൽ ഇയറിലെ ഫ്ലൂയിഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ആ ഫ്ലൂയിഡ് ആ വേവ്സിനെ ഓഡിറ്ററി നെർവ്സിൽ കൂടി ട്രാവൽ ചെയ്ത് ബ്രെയിനിലേക്ക് എത്തിക്കുന്നു. അപ്പൊ ബ്രെയിൻ ആണ് നമ്മുടെ സൗണ്ട് എന്ത് ടൈപ്പ് സൗണ്ട് ആണെന്ന് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇയറിന് 3 പാർട്സ് ഉണ്ട്: എക്സ്റ്റേണൽ ഇയറും, ഇന്റേണൽ ഇയറും, മിഡിൽ ഇയറും, ഇന്റേണൽ ഇയറും. അപ്പോ ഈ എക്സ്റ്റേണൽ ഒരു നോയ്സ് അല്ലെങ്കിൽ ഒരു സൗണ്ട് എക്സ്റ്റേണൽ ഇയറിൽ കൂടി ഇയർ ഡ്രമ്മിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. ഇയർ ഡ്രമ്മിൽ നിന്ന് ആ വേവ്സ് മിഡിൽ ഇയറിലെ മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്സിലേക്ക് എത്തുന്നു. മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്സിൽ നിന്ന് ഇന്നർ ഇയറിന്റെ ഫ്ലൂയിഡിലേക്ക് എത്തുന്നു. അവിടുന്ന് ആ വേവ്സ് ഓഡിറ്ററി നെർവ്സ് ആ വേവ്സിനെ ട്രാവൽ ചെയ്ത് ബ്രെയിൻസിലേക്ക് എത്തുന്നു. സോ ഇതാണ് ഒരു ഇയറിന്റെ ക്രോസ് സെക്ഷൻ. എക്സ്റ്റേണൽ ഇയർ, ഇന്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്റേണൽ ഇയർ. സോ മിഡിൽ ഇയറിലാണ് നമുക്ക് സ്റ്റെപ്സ്, മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്സ് എന്നുള്ള 3 ബോൺസ് ഉള്ളത്. ലിംഫാറ്റിക് മെംബ്രെയിനോ ഇയർ ഡ്രമ്മിലേക്കാണ് വന്ന് നമ്മുടെ സൗണ്ട് വേവ്സ് സ്ട്രൈക്ക് ചെയ്യുന്നത്. സോ ഇതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ മെക്കാനിസം ഓഫ് ഹിയറിംഗ്. ഇനി മെഷർമെന്റ് ഓഫ് നോയ്സ് ഓർ സൗണ്ട്. The intensity of sound is measured in terms of a sound pressure level and common unit is decibel. അപ്പോൾ intensity of sound is measured in terms of a sound pressure level. അത് ഡെസിബിൾസിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഡെസിബിൾസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. 10 log to the base 10 I/I0. ഇനി the decibel measures how much intense is the sound as compared to the reference intensity. നമ്മൾ പറഞ്ഞത് I0 എന്ന് പറഞ്ഞൊരു റെഫറൻസ് ഇന്റൻസിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഡെസിബിൾസിൽ മെഷർ ചെയ്യുന്നത്. വേറൊരു മെഷർമെന്റും ഉണ്ട്. The sound pressure level in decibel is defined as. അപ്പോൾ സൗണ്ട് പ്രഷർ ലെവൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 20 log to the base 10 P/P0. സൗണ്ട് പ്രഷർ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് 20 log to the base 10 P/P0, where P is the measured pressure and P0 reference pressure. P is the measured pressure and P0 is the reference pressure. Reference pressure the value usually 2 into 10 raised to 5 Newton per meter square. 2 into 10 raised to 5 Newton per meter square. ഇനി നോയ്സ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് ഒരു മെഷറിംഗ് ഡിവൈസസ് ഉണ്ട്, ഒരു മെഷറിംഗ് സ്കെയിൽ ഉണ്ട്. ആ സ്കെയിലിൽ നമ്മൾ 3 രീതിയിൽ മെഷറിംഗ് നടത്താറുണ്ട്. A weighted scale, B weighting scale and C weighting scale. ഈ 3 സ്കെയിൽസ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഫ്രീക്വൻസി, എന്തുമാത്രം ഫ്രീക്വൻസി അത് മെഷർ ചെയ്യുന്ന രീതിയിലാണ് 3 സ്കെയിലിനെയും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്.
സോ ഇതാണ് നമ്മുടെ മെഷർമെന്റ് ഓഫ് നോയ്സ്. ഈ ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. So noise level in decibel is measured with an instrument called sound level meter. അപ്പോൾ എന്താണ് നമ്മൾ ഈ പറഞ്ഞ എ വെയിറ്റിംഗ് സ്കെയിൽ, ബി വെയിറ്റിംഗ് സ്കെയിൽ, സി വെയിറ്റിംഗ് സ്കെയിൽ? അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ എല്ലാ ടൈപ്പ് ഫ്രീക്വൻസിയും മെഷർ ചെയ്യില്ല. എന്താണ് സിവിയർലി ഫിൽറ്റേഴ്സ് ദ ഫ്രീക്വൻസി. നമുക്ക് ഏതാണോ മെഷർ ചെയ്യേണ്ടത് അതിനെ ഫിൽട്ടർ ചെയ്തെടുക്കുവാണ് എ വെയിറ്റിംഗ് സ്കെയിൽ. ബി വെയിറ്റിംഗ് സ്കെയിലിനകത്ത് ഫിൽട്രേഷൻ ഓഫ് ഫ്രീക്വൻസി കുറവായിരിക്കും. ആൻഡ് സി വെയിറ്റിംഗ് സ്കെയിൽ ഹാർഡ്ലി ഫിൽറ്റേഴ്സ് ദ ഫ്രീക്വൻസി. ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു എന്താ നമ്മൾ ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമെന്ന് വിചാരിക്കാം. അപ്പൊ എന്താണ്, നമുക്ക് ഒരുപാട് സൗണ്ട് കേൾക്കാം. അതിൽ കൂടി മൂവ് ചെയ്യുന്ന എല്ലാ ടൈപ്പ് വെഹിക്കിൾസ്, ബസ് ഉണ്ടെങ്കിൽ ബസ്, കാറ്, അതിനൊക്കെ തന്നെ ഓരോ വണ്ടിയുടെയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോൺ, അങ്ങനെ ഒരുപാട് നോയ്സ് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ എല്ലാം കൂടി നമുക്ക് മെഷർ ചെയ്യേണ്ട ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള സാധനങ്ങൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതാണ് എ വെയിറ്റിംഗ് സ്കെയിൽ. അതാണ് ഇറ്റ് സിവിയർലി ഫിൽറ്റേഴ്സ് ദ ഫ്രീക്വൻസി. നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലെവലിലുള്ള ഫ്രീക്വൻസീസ് മാത്രം മെഷർ ചെയ്യാം. ബി വെയിറ്റിംഗ് സ്കെയിൽ നമുക്ക് അത്രത്തോളം ആക്യുറേറ്റ് അല്ല എ വെയിറ്റിംഗിനെ സംബന്ധിച്ച്. സി എന്ന് പറയുമ്പോൾ വളരെ കുറച്ചുകൂടി എല്ലാ സൗണ്ടും കൂടി കയറി മെഷർ ചെയ്തെടുക്കും. അതാണ് സി വെയിറ്റിംഗ് സ്കെയിൽ. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്. ഇനി സോഴ്സസ് ഓഫ് നോയ്സ്. സോഴ്സസ് ഓഫ് നോയ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. എന്നാലും നമ്മൾ കുറച്ച് ജസ്റ്റ് ഒരു റിവിഷൻ പോലെ നോക്കുവാണ്. സോഴ്സസ് ഓഫ് നോയ്സ്. സോ മേജർ സോഴ്സസ് ഓഫ് നോയ്സ്. മേജർ സോഴ്സസ് ഓഫ് നോയ്സ് നമ്മൾ പറയുന്നത് നമ്മൾ എപ്പോഴും എക്സ്പോസ്ഡ് ആവുന്ന ട്രാഫിക് നോയ്സസ് ആണ്. ട്രാഫിക് നോയ്സ്. Automobile revolution in urban industry are provided to be a big source of noise pollution. പിന്നെ അതേക്കണ ഹെവി ട്രക്ക്, ബസ്സസ്, ട്രെയിൻ, മോട്ടോർ സൈക്കിൾ, ജീപ്സ്, ഇതിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന ഹോണും ഇതിന്റെ മൂവ്മെന്റും ഒക്കെ ഹെവി ട്രാഫിക് നോയ്സസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇൻഡസ്ട്രിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ നോയ്സസ്. ഇൻഡസ്ട്രിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ നോയ്സ് പറയുമ്പോൾ ഫാക്ടറി എക്യുപ്മെന്റ്സ്, ജനറേറ്റേഴ്സ്, ഡ്രിൽസ്, റോഡ് റോളേഴ്സ്, അങ്ങനെ വരുന്ന നോയ്സ്. ഇനി പബ്ലിക് അഡ്രസ് സിസ്റ്റം, നമ്മുടെ mic system. Public system contributes its own way towards noise pollution using loudspeakers. Loudspeakers for religious function, birth, marriage, election, for commercial advertising. അപ്പോൾ നമുക്കിപ്പോൾ ഈ വലിയ കോളാമ്പികളൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. അതേ കണക്ക് പബ്ലിക് അഡ്രസ്സിംഗ് നൈറ്റ് 10 മുതൽ മോർണിംഗ് 6 വരെ പബ്ലിക് അഡ്രസ്സിങ്സ് ഒന്നും നടക്കാൻ പാടില്ല എന്നുള്ള റൂളും വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പബ്ലിക് അഡ്രസ്സിംഗ് രാത്രി 10 മുതൽ രാവിലെ 9 വരെയുള്ള സമയങ്ങളിൽ പബ്ലിക് അഡ്രസ്സിങ്സ് നടത്താൻ പാടില്ല. ഇനി നെക്സ്റ്റ് പറയുന്ന സോഴ്സ് ആണ് ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ഇൻഡോർ നോയ്സിന് കാരണമാവുന്നുണ്ട്. അത് ഇപ്പോൾ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന പ്രഷർ കുക്കറിന്റെ നോയ്സ്, AC, വാക്യൂം ക്ലീനർ, മിക്സേഴ്സ്. അപ്പോൾ നമ്മൾ എന്താണ് വീട്ടിൽ യൂസ് ചെയ്യുന്ന ചില മിക്സിക്കൊക്കെ ഭയങ്കര ശബ്ദമായിരിക്കും. വാഷിംഗ് മെഷീൻസ്, പിന്നെ മ്യൂസിക് സിസ്റ്റം, റേഡിയോ, അങ്ങനെ ഉള്ള സാധനങ്ങളല്ല. പിന്നെ പറയുന്ന ഡിഫൻസ് എക്സസൈസസ്, ടാങ്ക്സ്, ലോഞ്ചിങ് ഓഫ് റോക്കറ്റ്സ്, എക്സ്പ്ലോഷൻ, മിലിറ്ററി എക്സസൈസസ്, എയ്റോപ്ലെയിൻസ്, ഷൂട്ടിംഗ് റേഞ്ചസ്. ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഓരോ സാധനങ്ങളും എമിറ്റ് ചെയ്യുന്ന ലെവൽ ഓഫ് നോയ്സ് ആണ്. അത് ഡെസിബിൾസിലാണ് മെഷർ ചെയ്യുന്നത്. ഡെസിബിൾസിൽ എയർ കംപ്രസറിന്റെ നോയ്സ് ലെവൽ നോക്കി 95 to 104 decibels. 110 kilowatt diesel generatorന്റെ level of noise 95 decibels ആണ്. lathe machine 87 decibels. milling machine 112 decibels. അങ്ങനെ ഓരോ ഇൻസ്ട്രുമെന്റിന്റെയും എന്താണ് ലെവൽ ഓഫ് നോയ്സ് ആണ് പറയുന്നത്. ഇതിനകത്തൊരു 4-5 കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് എക്സാമിന് എക്സാമ്പിൾസ് എഴുതാൻ വേണ്ടി ഒന്ന് ഓർത്തിരിക്കുക. എല്ലാം പഠിക്കണമെന്നില്ല, ഒരു 4-5 സാധനങ്ങളുടെ നോയ്സ് ലെവൽ നമുക്ക് എക്സാമിന് എന്താണ് ജസ്റ്റ് എക്സാമ്പിൾസ് കോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം. സോ വാട്ട് ആർ ദി എഫക്ട്സ് ഓഫ് നോയ്സ് പൊല്യൂഷൻ? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുവാണ്. എഫക്ട്സ് ഓഫ് നോയ്സ് പൊല്യൂഷൻ. മേജർ എഫക്ട് എന്താണ്? കണ്ടിന്യൂസ് എക്സ്പോഷർ ടു ഹൈ ലെവൽ ഓഫ് നോയ്സ് വിൽ ലീഡ് ടു പെർമനന്റ് ഹിയറിംഗ് ലോസ്. എന്തുകൊണ്ട് പെർമനന്റ് ഹിയറിംഗ് ലോസ് വരുന്നു? അതിന്റെ റീസൺ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമ്മൾ നേരത്തെ ഒരു ഇയറിന്റെ അനാറ്റമി കണ്ടു. ഇയറിന്റെ അനാറ്റമിയിൽ നമുക്ക് എന്താണ് സൗണ്ട് വേവ്സ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ഇയർ ഡ്രം ആണ്. ഇയർ ഡ്രമ്മിൽ നിന്ന് ആ വൈബ്രേഷൻസ് മാലിയസ്, ഇൻകസ് ആൻഡ് സേപ്സ് എന്നുള്ള ആ 3 ബോൺസിലേക്ക് എത്തുന്നുണ്ട്. ഈ പറയുന്ന ഇയർ ഡ്രമ്മും പറയുന്ന മാലിയസ്, ഇൻകസ് ആൻഡ് സേപ്സ് എന്ന് പറയുന്ന ഇന്റേണൽ ബോൺസും അതിനകത്ത് എന്തെങ്കിലും ഡാമേജസ് വന്നു കഴിഞ്ഞാൽ അതിനെ പഴയ സ്റ്റേജിലേക്ക് ആക്കാൻ പറ്റില്ല.
ഇപ്പൊ നമ്മുടെ കൈയുടെയും കാലിന്റെയും ബോണൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ കമ്പി ഇട്ട് ശരിയാക്കി എടുക്കും. പക്ഷേ നമ്മുടെ ചെവിയുടെ ഉള്ളിലുള്ള മാലിയസ് ഇൻകസ് ആൻഡ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞ ബോൺസിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് പഴയ രീതിയിലേക്ക് ആക്കാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ആ ബോൺസ് അവിടെ ഇംപ്ലാന്റ് ചെയ്യാന്നുള്ള അതാണ്. നമ്മുടെ ചെവിയിൽ സർജറി ചെയ്ത് മാലിയസ് ഇൻകസ് ആൻഡ് സ്റ്റെപ്സ് എന്നുള്ള ആർട്ടിഫിഷ്യൽ ബോൺ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇയർ ഡ്രംസ് ഒക്കെ ഇംപ്ലാന്റ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് അവിടെ ഉള്ളൂ. ഓക്കെ, ഇനി annoyance. It creates annoyance to the receptor due to sound level fluctuations. Physiological effects like breathing difficulty, high blood pressure, migraine, headache, constriction of blood vessels, and even heart attack. ഇപ്പോൾ നമ്മൾ ലൗഡ് നോയ്സിൽ കണ്ടിന്യൂസ് എക്സ്പോഷർ ഒരു മണിക്കൂർ നേരം നല്ല ലൗഡ് സൗണ്ട് നടക്കുന്നതിന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമുക്ക് തലവേദന എങ്കിലും എടുക്കാറുണ്ട്. സോ എഫക്ട് ഓഫ് നോയ്സ് പൊല്യൂഷൻ, ഹ്യൂമൻ പെർഫോമൻസ്. The working of humans will be affected as they will lose their concentration. അപ്പോൾ ഹൈ ലെവൽ ഓഫ് നോയ്സ് എന്താണ് നമുക്ക് കോൺസെൻട്രേഷനെ എഫക്ട് ചെയ്യാറുണ്ട്. നെർവസ് സിസ്റ്റം, നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയും എന്താണ് നോയ്സ് പൊല്യൂഷൻ എഫക്ട് ചെയ്യാറുണ്ട്. ഇറ്റ് കോസസ് പെയിൻ, ringings in ear, feeling of tiredness, thereby affecting the function of human system. Sleeplessness എന്താണ് കണ്ടിന്യൂസ് എക്സ്പോഷർ ടു സൗണ്ട് എന്താണ് നമുക്ക് ഉറക്കം കിട്ടില്ല. സ്ലീപ്ലെസ്നെസ്. It not only affect human but also affect animals. Animalsനെ എന്താണ് ഹാംഫുൾ ആയിട്ട് അഫക്ട് ചെയ്യും നോയ്സ് പൊല്യൂഷൻ. അപ്പോൾ ഒന്ന് രണ്ട് എഫക്ട്സ് ഹിയറിംഗ് ലോസ് ആണ്. ഹ്യൂമൻസിനെ പോലെ തന്നെ അവർക്കും ഹിയറിംഗ് ലോസസ് ഉണ്ടാവും. മാസ്കിംഗ് is the inability to hear important environmental clues and animal signals. അപ്പോൾ പക്ഷികളൊക്കെ കരയുന്നത് കണ്ടിട്ടില്ലേ? ഇപ്പൊ നമുക്ക് കാക്കകളൊക്കെ എന്തെങ്കിലും ഒരു ആഹാര സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞ് ബാക്കിയുള്ള കാക്കകളൊക്കെ അടുത്തോട്ട് വരുത്താറുണ്ട്. ഇപ്പൊ ഈ ഒരു ഹൈ ലെവൽ ഓഫ് നോയ്സ് ഉള്ള ഒരു റീജിയനിലാണ് ഇത് കണക്കൊരു കാക്ക ഇരുന്ന് കരയുന്നതെങ്കിൽ എന്താണ് ബാക്കിയുള്ള ക്രോസിനൊന്നും അത് കേൾക്കാൻ പറ്റില്ല. അതാണ് ഈ പറയുന്ന മാസ്കിങ്. Is the inability to hear important environmental clues and animal signals. The psychological effect, such as increase in heart rate, respiratory difficulties, and stresses, not only in human beings, like manushyamarkku matramalla, in animals also, it will increase the heart rate, respiratory difficulties, and stresses. The behavioral effects, some behavioral effects will also be caused, which could result in abandonment of territory and loss of ability to reproduce. അപ്പോൾ നമുക്കറിയാം കുറെ മൈഗ്രേറ്ററി ബേർഡ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. കുറെ മൈഗ്രേറ്ററി ബേർഡ്സ് ഉണ്ട്. അതിന്റെ മൈഗ്രേഷന് തന്നെ എന്താണ് ഈ ലൗഡ് നോയ്സ് എഫക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് ഡ്യൂറിങ് വിന്റർ സീസൺസ് ഈ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ, ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഒക്കെ വിന്റേഴ്സ് എന്താണ് ഭയങ്കര കൂളാണ്. എന്താണ് 0 ഡിഗ്രി ലെസ് ദാൻ 0 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ക്ലൈമറ്റ് മാറാറുണ്ട്. ആ സമയങ്ങളിൽ അവിടെ നിന്നുള്ള ബേർഡ്സ് നമ്മുടെ സദേൺ റീജിയൻ പാർട്ട് ഓഫ് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഈ പറയുന്ന എഫക്ട്സ് കാരണം അതിന്റെ മൈഗ്രേറ്ററി റൂട്ട്സ് വരെ എഫക്ട് ചെയ്യാറുണ്ട്. Ecological effect, it leads to migration of birds which disturbs the ecosystem. Plants, how the noise will affect plant growth. The production capacity of or growth of plants is affected due to high level of noise. Damage to material, the building material may get damaged by exposure to infrasonic or ultrasonic waves and get even collapsed. അപ്പോൾ നമുക്കറിയാം ഹൈ ലെവൽ ഓഫ് നോയ്സ് ചിലപ്പോൾ എന്താണ് ബിൽഡിങ്സിനുള്ള ഡാമേജസ് കോസ് ചെയ്യാറുണ്ട്. ഹൗ ക്യാൻ വി കൺട്രോൾ നോയ്സ് പൊല്യൂഷൻ? എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് നോയ്സ് പൊല്യൂഷനെ കൺട്രോൾ ചെയ്ത് നടത്താം? Noise is not only a nuisance but a serious environmental problem and a health hazard. Like all other pollution, noise pollution needs to be controlled. So നമുക്ക് ഒന്നെങ്കിൽ കൺട്രോൾ അറ്റ് റിസീവേഴ്സ് അല്ലെങ്കിൽ കൺട്രോളിങ് അറ്റ് സോഴ്സ്. അപ്പൊ കൺട്രോളിങ് അറ്റ് സോഴ്സ് നമുക്ക് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീൻസും അതിന്റെയൊക്കെ കാര്യങ്ങളിൽ എന്താണ് അതൊക്കെ കുറെ കൂടി അഡ്വാൻസ്ഡ് രീതിയിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ്സിനകത്ത് നമുക്ക് എങ്ങനെ എന്താണ് നോയ്സ് പൊല്യൂഷൻ കുറയ്ക്കാം? കൺട്രോൾ അറ്റ് റിസീവേഴ്സ്.
ഇപ്പോൾ എന്താണ് നല്ല ലൗഡ് നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറീസിൽ അവിടെയൊക്കെ എന്ത് ചെയ്യാം, അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനകത്ത് എന്ത് യൂസ് ചെയ്യാം, ഇയർ പ്ലഗ്സ്, മഫ്സ്, നോയ്സ് എലമെന്റ്, ഹെഡ്ഫോൺസ് എക്സെട്ര ഒക്കെ പ്രൊവൈഡ് ചെയ്ത് അവർ അവരുടെ ഇയർ എക്സ്പോഷർ ആവുന്ന നോയ്സ് ലെവൽ കുറച്ചു കൊണ്ടുവരാം. ഈ കൺട്രോളിങ് അറ്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പൊ നമ്മൾ പറയുന്ന മെഷീൻസ് ഒക്കെ പ്രോപ്പറായിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്ത് സൈലൻസേഴ്സ് ഇൻസ്റ്റാൾ ചെയ്ത് നോയ്സ് കുറയ്ക്കുക എന്നുള്ളതാണ് controlling at source. And a proper lubrications and better maintenance of machines, installing noisy machines with sound absorbing materials. ഇനി അതേ കണക്ക് തന്നെ നമ്മൾ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ചില അക്വസ്റ്റിക് ബ്രിക്സ് യൂസ് ചെയ്യും. അക്വസ്റ്റിക് ബ്രിക്സ് എന്ന് വെച്ചാൽ ഈ സൗണ്ട് വേവ്സിനെ അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ബ്രിക്സ് ഉണ്ട്. ഇപ്പോൾ ഫാക്ടറീസിലൊക്കെ നമ്മൾ എന്താണ് സൗണ്ട് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റുന്ന അക്വസ്റ്റിക് ബ്രിക്സ് യൂസ് ചെയ്ത് കൺസ്ട്രക്ഷൻ നടത്താറുണ്ട്. അപ്പോൾ എന്താണ്, ആ നോയ്സ് ആ ഫാക്ടറി ഉള്ളിൽ തന്നെ നിൽക്കത്തുള്ളൂ, അത് പുറത്തേക്ക് പോകില്ല. പുറത്തേക്ക് ഇന്റൻസിറ്റി ഓഫ് സൗണ്ട് പോകുന്നത് വളരെ കുറവായിരിക്കും. ഇനി അതേ കണക്ക് തന്നെ ചില മൾട്ടിനാഷണൽ ഫാക്ടറീസിലൊക്കെ അവരുടെ ഫാക്ടറിക്ക് ഉള്ളിൽ തന്നെ ചെറിയ പ്ലാന്റ്സ് ഒക്കെ അവർ നട്ട് വളർത്താറുണ്ട്. ചെറിയ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ഇറ്റ് വിൽ അബ്സോർബ് എന്താണ് സൗണ്ട്. അതേ കണക്ക് തന്നെ നമുക്ക് ഫാക്ടറിക്കുള്ളിൽ എപ്പോഴും എന്താണ് ഗ്യാസസിന്റെ എമിഷൻ ഉണ്ട്. അപ്പൊ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് പോലുള്ള ഹാർംഫുൾ ഗ്യാസസ് എമിറ്റ് ചെയ്യും. അപ്പോൾ ഫാക്ടറിക്ക് ഉള്ളിൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് വിൽ അബ്സോർബ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് എന്താണ് ഓക്സിജൻ തരും. എപ്പോഴും നമുക്കൊരു നാച്ചുറൽ എയർ ഫ്രഷ്നർ ആയിട്ട് പ്ലാന്റ്സ് എന്നതുണ്ടെങ്കിൽ സഹായിക്കും. നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ്, അതുകൊണ്ട് തന്നെ പല ആൾക്കാരും വീടുകളിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാറുണ്ട്. അപ്പോൾ ഫാക്ടറീസിലൊക്കെ നമ്മൾ പ്ലാന്റ്സ് വെക്കുന്നത് അതിന്റെ സൗണ്ട് അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉണ്ടാവും. അതേ കണക്ക് തന്നെ എന്തും കൂടെ ഉണ്ട്, ഒരു ഫ്രഷ് എയർ, നാച്ചുറൽ എയർ ഫിൽറ്റേഴ്സ് പോലെ ആക്ട് ചെയ്യും. നെക്സ്റ്റ് വൺ, സോണിംഗ്. Increase distance between source and receiver by zoning of noisy industrial areas like bus stand, railway stations away from silent zones and near residential and education institutions and hospitals. ഇപ്പം നമുക്കറിയാം നമ്മുടെ സ്കൂളിന്റെയും കോളേജസിന്റെയും അതേ കണക്ക് തന്നെ എന്താണ് ഇമ്പോർട്ടൻറ്റ് ബിൽഡിങ്സിന്റെ അടുത്തൊക്കെ നോ ഹോൺ എന്നും പറഞ്ഞ്, അല്ലെങ്കിൽ ഡോണ്ട് യൂസ് എയർ ഹോൺ, നോ എയർ ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സൈൻസ് ഉണ്ടാകാം. അപ്പൊ എന്താണ്, സ്കൂളിന്റെ അടുത്തൊക്കെ എപ്പോഴും ഇങ്ങനെ ഹോൺ മുഴക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്, ഡിസ്ട്രാക്ഷൻ ആണ്. കണ്ടിന്യൂസ് ആയിട്ട് ആ വലിയ ലൗഡ് ഹോൺസ് ഒക്കെ എന്താണ് സ്റ്റുഡൻസിനെ ഹാംഫുൾ ആയിട്ട് അഫക്ട് ചെയ്യും. ഇനി നെക്സ്റ്റ്, സൗണ്ട് ഇൻസുലേഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞാണ് സൗണ്ട് ഇൻസുലേഷൻസ് നമുക്ക് യൂസ് ചെയ്യുന്നത് എന്താണ്, അക്വസ്റ്റിക്കൽ ടൈൽസ്, പെർഫറേറ്റഡ് പ്ലൈവുഡ് ക്യാൻ ബി ഫിക്സ്ഡ് ഓൺ വാൾ, സീലിംഗ്സ് ആൻഡ് ഫ്ലോർ ടു റെഡ്യൂസ് നോയ്സ്. നമ്മൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അക്വസ്റ്റിക് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യാം, thereby sound insulating the material. പിന്നെ വിൻഡോസ് നമ്മൾ സൗണ്ട് ഇൻസുലേറ്റ് ചെയ്യാനായിട്ട് എന്താണ്, രണ്ട് പാനൽസ് യൂസ് ചെയ്യുന്നു. രണ്ട് പാനൽസ് യൂസ് ചെയ്തിട്ട് ആ പാനൽസിന്റെ ഇടയിൽ സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി നേരത്തെ പറഞ്ഞത് തന്നെ കൺട്രോൾ ഓഫ് നോയ്സ് പൊല്യൂഷൻ. ഫസ്റ്റ് പറയുന്നതാണ് പ്ലാന്റിംഗ് ട്രീസ്. ഫസ്റ്റ് മെത്തേഡ്, പ്ലാന്റിംഗ് ഓഫ് ട്രീസ് will help in noise reduction to a considerable extent. In legislative measures, second point ആണ് legislative measures. So നമുക്ക് സ്ട്രിക്റ്റ് റൂൾസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം. ഫസ്റ്റ് പറയുന്നത് മിനിമൈസ് ദ യൂസ് ഓഫ് ലൗഡ് സ്പീക്കേഴ്സ് നിയർ സൈലന്റ് സോൺസ്, ബാനിങ് ഓഫ് പ്രഷർ ഹോൺസ് ഇൻ ഓട്ടോമൊബൈൽ, ഫാമിംഗ് എ സെപ്പറേറ്റ് നോയ്സ് പൊല്യൂഷൻ ആക്ട്. നോയ്സ് പൊല്യൂഷൻ നമുക്ക് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ ഉണ്ട്, പക്ഷെ നോയ്സ് പൊല്യൂഷൻ ആക്ട് എന്നും പറഞ്ഞൊരു ആക്ട് ഇതുവരെ ഇല്ല. സൗണ്ട് ലെവൽ ഫോർ ഹ്യൂമൻ റെസ്പോൺസ്. സോ ജെറ്റ് പ്ലെയിന്റെ സൗണ്ട് 140 ഡെസിബെൽസ്. സോ ഇറ്റ്സ് ഹൈലി പെയിൻഫുൾ. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് കോട്ട് ചെയ്യാനായിട്ട്. എയർ കണ്ടീഷണേഴ്സിന്റെ സൗണ്ട് ഉണ്ടോ, 60 ഡെസിബെൽസ് ആണ് എയർ കണ്ടീഷണേഴ്സിന്റെ സൗണ്ട്. ഇറ്റ്സ് മോഡറേറ്റ്ലി ലൗഡ്. Damage risk criteria for hearing loss. Occupational Safety and Health Administration, OSHA. Damage risk criteria for hearing losses. Maximum allowable duration per hours,
8 hours of duration. Sound pressure level 90 decibels പാടുള്ളൂ. 8 hours continuous at 90 decibels. 6 hours continuous at 92 decibel. 4 hours continuous at 95 decibel sound pressure കേൾക്കാം. സോ അതും നിങ്ങൾ ഒന്ന് രണ്ട് പോയിന്റ്സ് ഒന്ന് നോക്കി വെക്കാം. Indian standard for ambient noise level. Indian standard for ambient noise level. So daytime 50 decibels, night time 45 decibels ആണ് സൈലന്റ് സോണിൽ വരുന്ന സൗണ്ടിന്റെ റേഞ്ച്. ഇനി റെസിഡൻഷ്യൽ ഏരിയയിലാണെങ്കിൽ 55 decibels അലൗഡ് ആണ് ഡേ ടൈമിൽ, 45 decibels ആണ് നൈറ്റ് ടൈമിൽ. കൊമേഴ്ഷ്യൽ ഏരിയയിൽ ഡേ ടൈമിൽ 65 decibels ആണ്, നൈറ്റ് ടൈമിൽ 55 decibels. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഡേ ടൈമിൽ 75 decibels, നൈറ്റ് ടൈമിൽ 65 decibels ആണ് ഉള്ളത്. ഈ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് നോയ്സ് ലെവൽ. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സ്റ്റാൻഡേർഡ്സ് ഓഫ് നോയ്സ് ലെവൽ. റൂറൽ ഏരിയാസിൽ 25 to 35 decibels ആണ്, സബർബൻ ഏരിയാസിൽ 30 to 40 decibels, റെസിഡൻഷ്യലിൽ 35 to 45 decibel, അർബൻ ഏരിയാസിൽ 40 to 50 decibels, സിറ്റിയിൽ 45 to 50 decibels, ഇൻ ഇൻഡസ്ട്രിയൽ ഏരിയാസ് 50 to 60 decibels ആണ് പറയുന്ന നോയ്സ് ലെവൽ, അല്ലെങ്കിൽ നോയ്സ് ലെവൽ മെഷർമെന്റ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കാം.